സാംസങ് 21 ഇഞ്ച് ഫ്ലാറ്റിൻ്റെ ടി വിയാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ ഡെഡാണ്. കണ്ടുകൊണ്ടിരുന്ന് പെട്ടെന്ന് ഓഫായി പോയതാണ്. അപ്പോൾ ബോർഡ് ചെക്ക് ചെയ്തപ്പോൾ അതാ ഹെച്ച് ഔട്ട് ഷോർട്ടായിരിക്കുന്നുണ്ട്. അപ്പോൾ ഹെച്ച് ഔട്ട് ഷോർട്ടാവാൻ എന്തെങ്കിലും കാരണം കാണും. അപ്പോൾ വെറുതെ ഹെച്ച് ഔട്ട് ഷോർട്ടാവില്ല. ടി വി ഇതാ ഒന്നുകൂടെ ഓൺ ചെയ്യണം. ഓൺ ചെയ്യുമ്പോൾ ഈ ടി വിയുടെ പവർ ലീഡി ഉണ്ട്, ബോർഡിൻ്റെ പവർ ലീഡി വന്നിട്ട് കണ്ടിന്യൂസ്ലി ഇങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബ്ലിങ്ക് ആവണമെങ്കിൽ ഒന്നുകിൽ പവർ സപ്ലൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ഹൈ വോൾട്ടേജോ ലോ വോൾട്ടേജോ അല്ലെങ്കിൽ LOTക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ബോർഡിൽ ഇവിടെ പവർ സപ്ലൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ വോൾട്ടേജ് അപ്പ് ആൻഡ് ഡൗൺ ആവുന്നുണ്ട്. ഓക്കെ, അതായത് വോൾട്ടേജ് ഹൈ ആവുന്നുണ്ടും ലോ ആവുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഇവിടെ ഹെച്ച് ഔട്ടൊക്കെ ഷോർട്ടായിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കാം പവർ സപ്ലൈ വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഹൈ ആയി വന്നിട്ടാണ് ഹെച്ച് ഔട്ട് ഷോർട്ടായിരുന്നത്. അപ്പോൾ ഇവിടെ LOTയിലിട്ട് പോകുന്നൊരു സപ്ലൈ വോൾട്ടേജ് ഉണ്ട് പവർ സപ്ലൈ എന്ന്. അപ്പോൾ അത് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്, ഡീസോൾഡർ ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ബോർഡൊന്ന് ഓൺ ചെയ്തിട്ട് പവർ സപ്ലൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇതാ ചെക്ക് ചെയ്യുകയാണ്. ചെക്ക് ചെയ്യുമ്പോൾ ഹൈ വോൾട്ടേജാണ് കാണിക്കുന്നത്. ഹൈ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആയിട്ടാണ് കാണിക്കുന്നത്, 213. സാധാരണ ഈ ഒരു വോൾട്ടേജ് കട്ട് ചെയ്ത് വിടുമ്പോൾ അവിടെ ഒരു 140 വരെ ഉള്ളത്. ഇതിപ്പോൾ ഭയങ്കര ഹൈ ആണ്. അപ്പോൾ അതിനർത്ഥം ബോർഡിൽ വേറെ എന്തോ കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ LOT ഞാൻ ഊരി കളഞ്ഞിട്ട് ഇതാ ഒന്നുകൂടെ ഓൺ ചെയ്യുകയാണ്. ആ സപ്ലൈ കൊടുത്തിട്ട് ഓൺ ചെയ്യുകയാണ്. നേരത്തെ ഊരി വിട്ട സപ്ലൈ കൊടുത്തിട്ട് ഓൺ ചെയ്ത് വീണ്ടും ലൈറ്റ് ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, പവർ LED ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വോൾട്ടേജ്, അതായത് പവർ സപ്ലൈ ഔട്ട്പുട്ട് വോൾട്ടേജ് അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ 160 കപ്പാസിറ്ററിൻ്റെ അടുത്ത് ഒരു 123K ഓം റെസിസ്റ്റർ വരും. ഈ റെസിസ്റ്റർ ഫോൾട്ട് ആയതുകൊണ്ടാണ് ഈ വോൾട്ടേജ് ഹൈ ആവുന്നത്. ഓക്കെ, ഹൈ വോൾട്ടേജ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, വോൾട്ടേജ് അപ്പ് ആൻഡ് ഡൗൺ ആവുന്നതും യഥാർത്ഥത്തിൽ ഈ ഒരു റെസിസ്റ്ററിൻ്റെ കംപ്ലൈൻറ്റും കൊണ്ടുവരും. അതല്ല വേറെ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിലും വരും. ഇപ്പോൾ അതാ ഒന്നുകൂടെ വോൾട്ടേജ് ഇവിടെ ചെക്ക് ചെയ്യുകയാണ്. ചെക്ക് ചെയ്യുമ്പോൾ ലോ വോൾട്ടേജ് ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, LOT ഇപ്പോൾ ഇട്ടിട്ടില്ല, പക്ഷേ ലോ വോൾട്ടേജ് ആണ്. ഇപ്പോൾ LOT ഇട്ടിട്ട് ഓൺ ചെയ്ത് നോക്കി എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഒരു 10, 80, 90 വോൾട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സാധനം കൂടെ ഞാൻ മാറ്റുന്നുണ്ട്. ഒരു 3 പിൻ ഉണ്ടല്ലേ ട്രാൻസിസ്റ്റർ, ഇതും കൂടെ മാറ്റുന്നുണ്ട്. ഇതിന് വാല്യൂ ഉണ്ട്. അപ്പോൾ കറക്റ്റ് വാല്യൂ നോക്കിയിട്ടിടണം. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതും ഞാൻ ഇവിടെ വേറൊരു പഴയത് ഒരെണ്ണം ബോർഡിലുണ്ടായിരുന്നു, അതും മാറ്റിയിട്ടിട്ട് ഇതാ ഓൺ ചെയ്തിട്ടുണ്ട്. ആ LED പവർ LED ഇങ്ങനെ ബ്ലിങ്ക് ആവുന്നതും മാറി കറക്റ്റ് നോർമൽ വോൾട്ടേജിലോട്ട് വന്നിട്ടുണ്ട്. പവർ സപ്ലൈ ഔട്ട്പുട്ട് വോൾട്ടേജ് 121 കാണിക്കുന്നത്. അപ്പോൾ കറക്റ്റ് വോൾട്ടേജ് വന്നു, ഇതാ കറക്റ്റ് ആ ഓസിലേഷൻ വന്നു, കംപ്ലൈൻസ് എല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും, യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, ഇൻസ്റ്റയിലാണെങ്കിൽ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ല്. താങ്ക് യു ഫോർ വാച്ചിങ്.